ഗുഡ് മോർണിംഗ് ഓൾ. ഇന്ന് നമ്മൾ PHP കണ്ടിന്യൂ ചെയ്യാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ പാർട്ട് 1 പ്രോഗ്രാമിംഗ് എലമെൻറ്റ്സ് ആണ് പറഞ്ഞു നിർത്തിയത്. ഇത് കംപ്ലീറ്റ് ആയിട്ടില്ല. പ്രോഗ്രാമിംഗ് എലമെൻറ്റ്സ് കണ്ടിന്യൂ ചെയ്യാണ്. പ്രോഗ്രാമിംഗ് എലമെൻറ്റ്സ് ആണ് വേരിയബിൾസ്, കോൺസ്റ്റൻറ്റ്, അതേപോലെ ഓപ്പറേറ്റേഴ്സ്, എക്സ്പ്രഷൻസ്, അതേപോലെ സിമ്പിൾസ് ഇൻ ഹൗ ടു എംബഡ് PHP. ഇതൊക്കെ പ്രോഗ്രാമിംഗ് എലമെൻറ്റ്സ് ആണ് PHPൻ്റെ. ഇനി നമ്മൾ നെക്സ്റ്റ് കൺട്രോൾ സ്ട്രക്ചർ എന്താണെന്നാണ് പറയുന്നത്. കൺട്രോൾ സ്ട്രക്ചർ എന്ന് പറയുന്നത് നമ്മൾ C പ്രോഗ്രാമിലും CPPയിലൊക്കെ പഠിച്ചിട്ടുണ്ട്. കൺട്രോൾ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ പ്രോഗ്രാമിൻ്റെ എക്സിക്യൂഷനെ കൺട്രോൾ ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. പ്രോഗ്രാമിൻ്റെ എക്സിക്യൂഷൻ ഏത് ചെയ്യണമെന്നുള്ളതും എത്ര പ്രാവശ്യം ചെയ്യണം എന്നുള്ളതും അങ്ങനെ കൺട്രോൾ ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റ്സിനാണ് കൺട്രോൾ സ്ട്രക്ചർ എന്ന് പറയുന്നത്. രണ്ട് രീതിയിലുണ്ട് കൺട്രോൾ സ്ട്രക്ചർ. കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ്സും ഉണ്ട്, ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സും ഉണ്ട്. കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ഡിഫറെൻറ്റ് കണ്ടീഷൻ അനുസരിച്ച് ഡിഫറെൻറ്റ് ആക്ഷൻ ചെയ്യുന്നതിനാണ് കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. അതായത് നമ്മളിപ്പോൾ ഇത് കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഒരു സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് പറയും, അല്ലെങ്കിൽ വേറൊരു സ്റ്റേറ്റ്മെൻറ്റ് പറയും. അങ്ങനെയുള്ള ഡിഫറെൻറ്റ് കണ്ടീഷൻ അനുസരിച്ച് ഡിഫറെൻറ്റ് ആക്ഷൻ ചെയ്യുന്നതിനാണ് കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. എക്സാമ്പിൾസ് നിങ്ങൾക്കറിയാം: ഇഫ്, ഇഫ് എൽസ്, എൽസ് ഇഫ് ലാഡർ, സ്വിച്ച്, നെസ്റ്റഡ് ഇഫ്, എക്സെട്ര. ഓക്കെ. ഇനി ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ട്. അത് നമുക്ക് അങ്ങോട്ട് പോകുന്നതിന് മുമ്പ് ഒരു എക്സാമ്പിൾ, ഈ കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കാം. ഇഫ് എൽസിൻ്റെ എക്സാമ്പിളാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ആദ്യം ബേസിക് ടാഗ്സ് എഴുതി. HTML ബോഡിക്കകത്ത് PHP എംബഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ലെസ് ദാൻ സിമ്പിൾ ക്വസ്റ്റ്യൻ മാർക്ക് PHP എന്നിട്ടു. അതിനകത്ത് A എന്ന വേരിയബിളിലേക്ക് 20 എന്ന് കൊടുത്തു. A എന്ന് പറയുന്നത് വേരിയബിളാണെന്ന് പറയാൻ കാരണം എന്താണ്? എൻ്റെ തൊട്ട് മുമ്പ് ഒരു ഡോളർ സിമ്പിൾ ഇട്ടിട്ടുണ്ട്. PHPയിൽ വേരിയബിളിന് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഒരു ഡോളർ സിമ്പിൾ നിർബന്ധമാണ്. എവിടെ യൂസ് ചെയ്യുമ്പോഴും ഡോളർ സിമ്പിൾ വേരിയബിൾ നെയിം എന്നാണ് എഴുതേണ്ടത്. അപ്പോൾ നമ്മൾ ആദ്യം ഇനീഷ്യലൈസ് ചെയ്തു. എയിലേക്ക് 20 എന്ന നമ്പർ വാല്യൂ ഇനീഷ്യലൈസ് ചെയ്തു. ഇനി ബിയിലേക്ക് 10 എന്ന വാല്യൂ ഇനീഷ്യലൈസ് ചെയ്തു. ഓക്കെ. അപ്പോൾ എയിൽ ഇപ്പം 20 ഉണ്ട്, ബിയിൽ 10 ഉണ്ട്. ഇനി നമ്മൾ ചെക്ക് ചെയ്യാണ്, കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ്സ് യൂസ് ചെയ്തതാണ്. ഇഫ് $A ഗ്രേറ്റർ ദാൻ $B ആണോ, അതായത് A ബിനേക്കാൾ വലുതാണോ? എൻ്റെ വാല്യൂ എത്രയാണ്? 20 അല്ലേ? ബിനേക്കാൾ വലുതാണ് ആണെങ്കിൽ ഒരു മെസ്സേജ് കൊടുക്കുക. ഒരു മെസ്സേജ് എന്ന് പറയുന്നത് എക്കോ എന്ന കമാൻഡ് യൂസ് ചെയ്തിട്ടാണ് മെസ്സേജ് കൊടുക്കുക. $A ഡോട്ട് ഓപ്പറേറ്റർ എഴുതിയിട്ട് ഡബിൾ കോഡ്സിനകത്ത് ഈസ് ഗ്രേറ്റർ എന്ന് എഴുതി സെമിക്കോളൻ. അതായത് A ഈസ് ഗ്രേറ്റർ എന്ന് ഔട്ട്പുട്ട് കിട്ടണം. A എന്ന് പറയുന്നിടത്ത് എന്ത് വരും? 20 ഈസ് ഗ്രേറ്റർ. അപ്പോൾ ഇവിടെ $A എന്ന് പറയുന്നതിൻ്റെ വാല്യൂ എന്താണ്? 20 ആണ്. അപ്പോൾ ഇവിടെ 20 ഈസ് ഗ്രേറ്റർ എന്നാണ് മെസ്സേജ് വരിക. എൻ്റെ വാല്യൂ ആണ് വലുത്. അപ്പോൾ നമ്മുടെ ഔട്ട്പുട്ടിൽ 20 ഈസ് ഗ്രേറ്റർ എന്ന് വരും. അപ്പോൾ ഈ വാല്യൂവിനോട് ഈ സ്ട്രിങ് കൺകാറ്റിനേറ്റ് ചെയ്യാൻ വേണ്ടി ഞാനിവിടെ ഡോട്ട് ഓപ്പറേറ്ററാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ദെൻ അല്ലെങ്കിൽ എന്ത് മെസ്സേജാണ് വരേണ്ടത്? അല്ലെങ്കിൽ B ഈസ് ഗ്രേറ്റർ എന്ന് വരണം. അപ്പം എക്കോ $B ഡോട്ട് ഓപ്പറേറ്റർ ഈസ് ഗ്രേറ്റർ സെമിക്കോളൻ. അപ്പോൾ ഇവിടുത്തെ കേസിൽ ഇത് നമ്മളിപ്പോൾ A എന്നുള്ളത് 20 എന്ന് കൊടുത്തതുകൊണ്ട് ഇതാണ് വർക്ക് ചെയ്യുക. ഈ കണ്ടീഷനിലേക്ക് പോകില്ല. A ഗ്രേറ്റർ ദാൻ B എന്നുള്ള കണ്ടീഷൻ ട്രൂ ആയതുകൊണ്ട് ഈ സ്റ്റേറ്റ്മെൻറ്റാണ് വർക്ക് ചെയ്യുക. ഈ കണ്ടീഷൻ ഇപ്പോൾ തിരിച്ചായിരുന്നെങ്കിൽ, അതായത് Aൻ്റെ വാല്യൂ 10ഉം Bൻ്റെ വാല്യൂ 20ഉം ആയിരുന്നെങ്കിൽ ഈ പോർഷൻ വർക്ക് ചെയ്യില്ലായിരുന്നു. അല്ലെങ്കിൽ എന്ന പോർഷനാണ് വർക്ക് ചെയ്യുക. അതായത് ഇതായിരുന്നു വർക്ക് ചെയ്യുക. ഓക്കെ. അപ്പം നമ്മളെ കണ്ടീഷൻ അനുസരിച്ച് ആക്ഷൻസ് മാറും, ഏത് ചെയ്യണമെന്നുള്ളത് മാറും. അങ്ങനെയുള്ള സ്റ്റേറ്റ്മെൻറ്റ്സാണ് കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. ഓക്കെ. ക്ലോസ് ചെയ്യുക, HTML ക്ലോസ് ചെയ്യുക, ബോഡി ക്ലോസ് ചെയ്യുക. ഓക്കെ. നെക്സ്റ്റ് ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ്. ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയുന്നത് ഒരു ബ്ലോക്ക് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് വീണ്ടും വീണ്ടും എക്സിക്യൂട്ട് ചെയ്യുക. ഒരു കണ്ടീഷൻ ട്രൂ ആവുന്നവരെ, ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നത് വരെ ഒരു സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് റിപ്പീറ്റഡ്ലി എക്സിക്യൂട്ട് ചെയ്യുന്നതിനാണ് ലൂപ്പിംഗ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ നമ്മൾ എക്സാമ്പിൾസ് നമുക്കറിയാം. വൈൽ, ഡു വൈൽ, ഫോർ, ഈ മൂന്നെണ്ണമാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. സിയിലും CPPയിലൊക്കെ പഠിച്ചിട്ടുള്ളത്. വൈൽ ലൂപ്പ്, ഡു വൈൽ, ഫോർ ലൂപ്പ്. നമ്മളിവിടെ പുതിയൊരാളെയും കൂടി പഠിക്കുന്നുണ്ട്. ഫോർ ഈച്ച് എന്ന് പറഞ്ഞ ഒറ്റ വാക്കാണ് ഫോർ ഈച്ച് എന്ന് പറഞ്ഞൊരു ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റും കൂടി PHPയിൽ പഠിക്കാനുണ്ട്. അപ്പോൾ വൈൽ ലൂപ്പിൻ്റെ നിങ്ങൾക്ക് അറിയാം, സിൻടാക്സ് ഒക്കെ അറിയാം. ഞാൻ ജസ്റ്റ് ഇവിടെ എഴുതിയിട്ടുണ്ട്. വൈൽ കണ്ടീഷൻ സ്റ്റേറ്റ്മെൻറ്റ്സ് എഴുതുക. ഓക്കെ. വൈൽ ബ്രാക്കറ്റിൽ കണ്ടീഷൻ കൊടുക്കുക, സെമിക്കോളൻ ഇടരുത്. വൈൽ കണ്ടീഷൻ എന്ന് എഴുതുക, താഴെ ബ്രേസ് ഓപ്പൺ ചെയ്ത് സ്റ്റേറ്റ്മെൻറ്റ്സ് എഴുതുക. ഇനി ഡു വൈലാണെങ്കിൽ ഡു എന്ന് എഴുതിയിട്ട് സ്റ്റേറ്റ്മെൻറ്റ്സ് എഴുതുക, എന്നിട്ട് കണ്ടീഷൻ കൊടുക്കുക. വൈൽ എന്നെഴുതി
ബ്രാക്കറ്റിൽ കണ്ടീഷൻ കൊടുക്കുക, സെമിക്കോളൻ ഇടുക. അപ്പോൾ ഇതാണ് വൈലും ഡു വൈലും തമ്മിലുള്ള സിൻടാക്സിൽ ഡിഫറൻസ് നോക്കുക. വൈൽ കണ്ടീഷൻ കഴിഞ്ഞ് സെമിക്കോളൻ ഇല്ല, പക്ഷേ ഇവിടെ ഡു വൈൽ കഴിഞ്ഞ് ആ വൈലിന് സെമിക്കോളൻ വേണം. ഓക്കെ, ഇത് എൻട്രി കൺട്രോൾഡ് ലൂപ്പാണെന്ന് പറയാം. വൈലൊരു എൻട്രി കൺട്രോൾഡ് ലൂപ്പാണ്. അതായത് ഈ കണ്ടീഷൻ ട്രൂ ആണെങ്കിലേ ഇത് വർക്ക് ചെയ്യുള്ളൂ സ്റ്റേറ്റ്മെൻറ്റ്സ്. ഇനി ഡു വൈൽ എന്ന് പറഞ്ഞാൽ എക്സിറ്റ് കൺട്രോൾഡ് ലൂപ്പാണ്. എക്സിറ്റ് കൺട്രോൾഡ് എന്ന് പറഞ്ഞാൽ ഈ ഡു കഴിഞ്ഞിട്ട് സ്റ്റേറ്റ്മെൻറ്റ്സ് വർക്ക് ചെയ്യും, എന്തായാലും ഒരു പ്രാവശ്യം ഇത് വർക്ക് ചെയ്യും. പിന്നെ വർക്ക് ചെയ്യണമെങ്കിൽ ഈ കണ്ടീഷൻ എക്സിറ്റ് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് ഈ കണ്ടീഷനാണ്. ഇത് എക്സിറ്റ് കൺട്രോൾഡ്, പുറത്തേക്ക് പോകണമെന്ന് തീരുമാനിക്കുന്ന കണ്ടീഷനാണ്. ഇത് അകത്തേക്ക് കയറണമെന്ന് തീരുമാനിക്കുന്ന കണ്ടീഷനാണ്. അപ്പോൾ വൈൽ ഈസ് ആൻ എൻട്രി കൺട്രോൾഡ് ലൂപ്പ് എന്നാണ് പറയുക. ഡു വൈൽ ഈസ് ആൻ എക്സിറ്റ് കൺട്രോൾഡ് ലൂപ്പ്. ഇവിടെ വൈൽ കഴിഞ്ഞിട്ട് വൈലിൻ്റെ കണ്ടീഷൻ കഴിഞ്ഞിട്ട് സെമിക്കോളൻ ഇടണം. ഓക്കെ, അപ്പോൾ നമ്മൾ ആവശ്യാനുസരണം ഇത് രണ്ടും യൂസ് ചെയ്യാം. രണ്ടും ഒരേപോലെയാണ്, ഏത് യൂസ് ചെയ്താലും മതി. ഇനി ഫോർ ലൂപ്പിൻ്റെ സിൻടാക്സ് എല്ലാവരും പഠിച്ചിട്ടുള്ള കാര്യമാണ്. ഫോർ എന്നെഴുതി ബ്രാക്കറ്റിൽ 3 കാര്യങ്ങളാണ് എഴുതാനുള്ളത്. ഒന്ന് ഇനീഷ്യലൈസേഷൻ, രണ്ടാമത്തത് കണ്ടീഷൻ, മൂന്നാമത്തത് ഇൻക്രിമെൻറ്റ് ഓർ ഡിക്രിമെൻറ്റ്. രണ്ടിൻ്റെയും നടുവിലായിട്ട് സെമിക്കോളൻ കൊടുക്കണം. ഇനീഷ്യലൈസേഷൻ സെമിക്കോളൻ, കണ്ടീഷൻ സെമിക്കോളൻ, ഇൻക്രിമെൻറ്റ് ഓർ ഡിക്രിമെൻറ്റ്. ഫോർ ലൂപ്പ് കഴിഞ്ഞിട്ട് സെമിക്കോളൻ പാടില്ല. ദെൻ സ്റ്റേറ്റ്മെൻറ്റ്സ് കൊടുക്കാം. ഇതാണ് ഫോർ ലൂപ്പിൻ്റെ സിൻടാക്സ്. ഈ 3 നമുക്ക് ഓൾറെഡി പരിചയമുള്ളതാണ്. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ്സ് എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ, അതായത് ഈ സ്റ്റേറ്റ്മെൻറ്റ്സ് എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ കണ്ടീഷൻ ട്രൂ ആണ്. അപ്പോൾ കണ്ടീഷൻ ട്രൂ ആകുന്നത് വരെ ഒരു സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് റിപ്പീറ്റ് ചെയ്ത് എക്സിക്യൂട്ട് എഗെയിൻ ആൻഡ് എഗെയിൻ ചെയ്യുന്നതിനാണ് നമ്മൾ ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെയാണെങ്കിൽ ഇവിടെയാണ് കണ്ടീഷൻ ഉള്ളത്. ഇപ്പോൾ ഫോർ ലൂപ്പ് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ കണ്ടീഷൻ ഉണ്ട്. ആ കണ്ടീഷൻ ട്രൂ ആവുന്നവരെ ഈ സ്റ്റേറ്റ്മെൻറ്റ്സ് ഇങ്ങനെ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, കണ്ടീഷൻ ഫോൾസ് ആയാൽ ഈ ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ് നിന്ന് പുറത്തേക്ക് ചാടി ഇവിടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ചെയ്യും. ഓക്കെ, ഇനി നമ്മൾ അഡീഷണലി പഠിക്കുന്നൊരു ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റാണ് PHP എക്സ്ട്രാ ഉള്ളതാണ് ഫോർ ഈച്ച്. ഓക്കെ, ഫോർ ഈച്ച് എന്നുള്ളത് നമ്മൾ അറേക്ക് വേണ്ടി മാത്രം, അറേ എക്സിക്യൂട്ട് ചെയ്യുമ്പം മാത്രം യൂസ് ചെയ്യുന്ന ഒരു ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റാണ്. ഇതിൻ്റെ സിൻടാക്സ് നോക്കി വെക്കുക. ഫോർ ഈച്ച് ചെയ്ത ബ്രാക്കറ്റിൽ അറേൻ്റെ പേര് കൊടുക്കുക ആസ് $value. ഇതിൻ്റെ വർക്കിംഗ് നമ്മൾ അടുത്ത പേജിൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. മുന്നോട്ട് പോവാം. അപ്പോൾ ഇവിടെ ഫോർ ഈച്ച് $A അറേ ആസ് $value അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്സ് വരുന്നു. ഇത് ഓട്ടോമാറ്റിക്കലി കണ്ടിന്യൂ ചെയ്തോളൂ. അപ്പോൾ ഇത് ഞാൻ അടുത്ത് നെക്സ്റ്റ് ഒരു പ്രോഗ്രാമിൽ പറയാം. മുന്നോട്ട് പോവാം. അപ്പോൾ ഞാൻ ആദ്യം വൈൽ ലൂപ്പിൻ്റെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. വൈൽ ലൂപ്പിന് നമ്പേഴ്സ് പ്രിൻറ്റ് ചെയ്യാനുള്ളതാണ് കൊടുത്തത്. ആദ്യം HTML ബോഡി PHP ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഐൻ്റെ വാല്യൂ 1 ആക്കി. അവിടെ നമ്പേഴ്സ് എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് കൊടുത്തു. ദ നമ്പേഴ്സ് BR ടാഗ് ഇവിടെ കൊടുത്തത് എന്തിനാണ്? ദ നമ്പേഴ്സ് കഴിഞ്ഞിട്ട് ഇനി വരുന്ന കാര്യങ്ങൾ അടുത്ത ലൈനിൽ വരാൻ വേണ്ടിയിട്ടാണ് ഇവിടെ BR എന്ന് കൊടുത്തത്. ഓക്കെ, അപ്പോൾ ഐൻ്റെ വാല്യൂ 1 ആക്കി ഇനീഷ്യലൈസ് ചെയ്തിട്ടുണ്ട്, മെസ്സേജ് കൊടുത്തു. ഇനി വൈൽ കണ്ടീഷൻ, ഇവിടെ കണ്ടീഷൻ എന്താണ്? ഐൻ്റെ വാല്യൂ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 ആകുന്നത് വരെ 1 മുതൽ 5 വരെ പ്രിൻറ്റ് ചെയ്യാനുള്ള ഒരു പ്രോഗ്രാമാണ്. അപ്പോൾ 5 ആകുന്നത് വരെ, ഐൻ്റെ വാല്യൂ ഇപ്പോൾ 1 ആണ്, 5 ആകുന്നത് വരെ ഒരു സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് ചെയ്യണം. എന്താണ് സ്റ്റേറ്റ്മെൻറ്റ്സ് നോക്കാം. സ്റ്റേറ്റ്മെൻറ്റ്സ് ഇവിടെ ഒന്ന് ഐ പ്രിൻറ്റ് ചെയ്യണം, ദെൻ ഒരു ന്യൂ ലൈൻ കൊടുക്കണം, ദെൻ ഐ ഇൻക്രിമെൻറ്റ് ചെയ്യണം. ഇത്രയും സ്റ്റേറ്റ്മെൻറ്റ്സ് നമ്മൾ റിപ്പീറ്റഡ്ലി ചെയ്യണം ഐൻ്റെ വാല്യൂ 5 ആകുന്നത് വരെ. അപ്പോൾ ഐൻ്റെ വാല്യൂ ആദ്യം 1 ആണ്, അപ്പോൾ 1 പ്രിൻറ്റ് ചെയ്യും. എന്നിട്ട് നെക്സ്റ്റ് ലൈനിൽ I++ ചെയ്തിട്ട് ആ ++ കണ്ടീഷൻ ഓക്കെ ആണോ നോക്കും. I++ എന്ന് പറഞ്ഞാൽ ഐൻ്റെ വാല്യൂ 2 ആയി. 2 എന്ന് പറയുന്നത് 5നേക്കാൾ ചെറുതാണോ? ആണ്. അപ്പോൾ 2 പ്രിൻറ്റ് ചെയ്യും. അഗെയിൻ ന്യൂ ലൈനിൽ ഐൻ്റെ വാല്യൂ 3 ആയിട്ടുണ്ടാവും. 3 എന്താവും? കണ്ടീഷൻ ട്രൂ ആണ്, 3 5നേക്കാൾ ചെറുതാണ്, 3 പ്രിൻറ്റ് ചെയ്യും. അഗെയിൻ ഐൻ്റെ വാല്യൂ 4 ആവും. 4 ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 ആണ്, അതുകൊണ്ട് 4 പ്രിൻറ്റ് ചെയ്യും. അഗെയിൻ ഐൻ്റെ വാല്യൂ 5 ആവും. 5 ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 എന്ന കണ്ടീഷൻ ട്രൂ ആണ്, അഗെയിൻ 5 പ്രിൻറ്റ് ചെയ്യും. അഗെയിൻ I++ ചെയ്യുമ്പോൾ 6 ആവും. 6 എന്ന് പറയുന്നത് 5നേക്കാൾ ചെറുതാണോ? ഈക്വൽ ആണോ? അല്ല. അപ്പോൾ കണ്ടീഷൻ ഇവിടെ ഫോൾസ് ആയി, പുറത്തേക്ക് വരും. പുറത്തേക്ക് എന്ന് പറഞ്ഞാൽ ഇതാണ് സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് റിപ്പീറ്റഡ്ലി എക്സിക്യൂട്ട് ചെയ്യുന്ന സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ്. അപ്പോൾ ആ ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ബ്രേസിൽ നിന്നും പുറത്തേക്ക് വരും. ഇവിടെ നമ്മൾ എന്താ നോക്കാം, അതായത് PHPൻ്റെ ക്ലോസിംഗ് ആണ്. ആ PHP അവിടെ ക്ലോസ് ആയി. ഇത്രയേ ഉള്ളൂ നമുക്ക് ചെയ്യാൻ. ദെൻ HTML ബോഡി ക്ലോസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതാണ് വൈൽ ലൂപ്പിൻ്റെ പ്രോഗ്രാം. നെക്സ്റ്റ് നമ്മൾ ഫങ്ഷൻ എന്താണെന്ന് നോക്കാം. കഴിഞ്ഞ ക്ലാസ്സിലെ ഫോർ ലൂപ്പിൻ്റെ ഒക്കെ നമ്മൾ പ്രോഗ്രാം എഴുതിയിട്ടുണ്ട് ഓൾറെഡി നമ്മളെ റെഫ് റെക്കോർഡിൽ. ഞാൻ അതൊന്നും പറയുന്നില്ല, വൈൽ ലൂപ്പിൻ്റെ എക്സാമ്പിൾ മാത്രമേ വെക്കുന്നുള്ളൂ. ഫോർ ഈച്ച് നമുക്ക് പറയാം നെക്സ്റ്റ്. ഓക്കെ,
നെക്സ്റ്റ് പ്രോഗ്രാമിംഗ് എലമെൻ്റാണ് ഫംഗ്ഷൻ. എന്താണ് ഫംഗ്ഷൻ? PHPയിൽ പ്രോഗ്രാമിംഗ് എലമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ PHPയിൽ പ്രോഗ്രാമിൽ വരാവുന്ന എലമെൻറ്റ്സ്, വേരിയബിൾസ് വരുന്നുണ്ട്, ഓപ്പറേറ്റേഴ്സ് വരുന്നുണ്ട്, എക്സ്പ്രഷൻസ് വരുന്നുണ്ട്, പിന്നെ ഈ പറഞ്ഞ പോലെ സ്റ്റേറ്റ്മെൻറ്റ്സ്, കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ്സും ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സും ഒക്കെ നമുക്ക് PHPയിൽ ആവശ്യമുണ്ട്. ഇനി ഒന്നാണ് ഫംഗ്ഷൻ. PHPയിൽ എങ്ങനെയാണ് ഫംഗ്ഷൻ യൂസ് ചെയ്യുക? എന്താണ് ഫംഗ്ഷൻ? ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് നമുക്ക് ആവശ്യമുള്ളപ്പം നമ്മൾ കോൾ ചെയ്യുന്നതിനനുസരിച്ച് എക്സിക്യൂട്ട് ചെയ്യുന്ന ഒരു സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് അല്ലേ. നമുക്ക് എപ്പോഴാണോ ആവശ്യം അപ്പോൾ നമ്മൾ ജസ്റ്റ് ആ ഫംഗ്ഷനെ കോൾ ചെയ്യുക. അപ്പോൾ എക്സിക്യൂട്ട് ചെയ്യുന്ന ഒരു സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ്, അതാണ് ഫംഗ്ഷൻ. അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ടാസ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് അല്ലേ. ഇതിൻ്റെ സിൻടാക്സ് നോക്കാം. PHPനകത്ത് നമ്മൾ ഫംഗ്ഷൻ ഉപയോഗിക്കുന്ന സമയത്ത് ഫംഗ്ഷൻ എന്ന് എഴുതുക, ഫംഗ്ഷൻ ഒരു പേര് കൊടുക്കുക, എന്നിട്ട് ബ്രേസ് ഓപ്പൺ ചെയ്യുക, കണ്ടൻസ് എഴുതുക, കഴിയും. ഇത് നമ്മൾ സെയിം നമ്മൾ പിന്നെ ജാവാസ്ക്രിപ്റ്റിലും PHPയിലും സിയിലൊക്കെ യൂസ് ചെയ്യുന്ന പോലെ തന്നെ ഫംഗ്ഷൻ എന്ന് എഴുതണം. പക്ഷേ ഫംഗ്ഷൻ എന്ന് എഴുതിയിട്ട് ഫംഗ്ഷൻ്റെ പേര് കൊടുക്കുക, ബ്രേസ് ഓപ്പൺ ചെയ്യുക, ബ്രേസ് ക്ലോസ് ചെയ്യുക, ഇതിൻ്റെ അകത്ത് നമ്മൾ കണ്ടൻസ് എഴുതുക, സ്റ്റേറ്റ്മെൻറ്റ്സ് എഴുതുക. ഓക്കെ. ദ കീവേഡ് ഫംഗ്ഷൻ ടെൽസ് PHP ദാറ്റ് ദിസ് ഇസ് എ ഫംഗ്ഷൻ. അപ്പോൾ നമ്മൾ ഈ PHPൻ്റെ ഫംഗ്ഷൻ്റെ സിൻടാക്സിൽ യൂസ് ചെയ്യുന്ന ഫംഗ്ഷൻ എന്ന കീവേഡ് കാണുമ്പോഴാണ് ഇവർക്ക് ഇതൊരു ഫംഗ്ഷനാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് കീവേഡ് നിർബന്ധമാണ്. പിന്നെ നമ്മൾ കൊടുക്കേണ്ടത് ഫംഗ്ഷൻ ഒരു പേരും പിന്നെ അത് അതിൻ്റെ ഫംഗ്ഷൻ്റെ ബോഡിയും ഉണ്ടാവുക. പിന്നെ ഈ ഫംഗ്ഷൻ നെയിമിൻ്റെ അകത്ത് ഈ കോഡ് നമ്മളെ ഫംഗ്ഷനകത്തുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് എക്സിക്യൂട്ട് ചെയ്യുന്നത് എപ്പോഴാണോ നമ്മൾ ആ ഫംഗ്ഷനെ കോൾ ചെയ്യുന്നത് അപ്പോഴാണ്. അല്ലാതെ ഡയറക്റ്റ് എക്സിക്യൂട്ട് ചെയ്യില്ല. നമ്മൾ എപ്പോഴാണോ ഫംഗ്ഷന് വെനെവർ ദ ഫംഗ്ഷൻ ഈസ് കോൾഡ് ഇറ്റ് വിൽ ബി എക്സിക്യൂട്ടഡ്. ഓക്കെ, അങ്ങനെയാണ് ഫംഗ്ഷൻ്റെ കാര്യം. ദെൻ നമ്മൾ ഫംഗ്ഷനെ കോൾ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് ഫംഗ്ഷൻ്റെ നെയിമും അല്ല പാരാമീറ്റേഴ്സുമാണ്. അതായത് ഫംഗ്ഷൻ്റെ ബ്രാക്കറ്റിൽ എന്തെങ്കിലും പാരാമീറ്റേഴ്സ് ഉണ്ടെങ്കിൽ അതും യൂസ് ചെയ്തിട്ടാണ് ഫംഗ്ഷനെ കോൾ ചെയ്യുക. ഫംഗ്ഷൻ നെയിം ആൻഡ് പാരാമീറ്റേഴ്സ് യൂസ് ചെയ്തിട്ടാണ് ഫംഗ്ഷനെ കോൾ ചെയ്യുക. ദെൻ രണ്ട് ടൈപ്പ് ഫംഗ്ഷനാണുള്ളത്. ഒന്ന് ബിൽറ്റ് ഇൻ ഫംഗ്ഷനും ഒന്ന് യൂസർ ഡിഫൈൻ ഫംഗ്ഷനും. ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ എന്ന് പറയാം, അല്ലെങ്കിൽ ലൈബ്രറി ഫംഗ്ഷൻ എന്ന് പറയും, അല്ലെങ്കിൽ ഡിഫൈൻഡ് ഫംഗ്ഷൻ, സിസ്റ്റം ഡിഫൈൻഡ് ഫംഗ്ഷൻ എന്ന് പറയും. അതായത് നമ്മൾ ജസ്റ്റ് യൂസ് ചെയ്താൽ മതി. അതിൻ്റെ പിന്നെ ഡെഫിനിഷൻസ് ഒക്കെ ഓൾറെഡി ബിൽറ്റ് ഇൻ ആണ്. ലൈബ്രറി ഫംഗ്ഷൻ എന്ന് പറയുന്നത് ലൈബ്രറിയിൽ ഓൾറെഡി അതിൻ്റെ മീനിങ്സും ഡെഫിനിഷൻസും ഡിഫൈൻഡ് ആണ്. നമ്മൾ ജസ്റ്റ് ഇപ്പോൾ യൂസ് ചെയ്താൽ മതി. എക്സാമ്പിളാണ് SQRT, സ്ക്വയർ റൂട്ട് കാണാൻ നമ്മൾ വേറെ ഇക്വേഷൻസ് ഒന്നും ഉപയോഗിക്കേണ്ട. നമ്മൾ സ്ക്വയർ റൂട്ട് ഓഫ് ആ നമ്പർ കൊടുത്താൽ ഓട്ടോമാറ്റിക്കലി SQRT ഓഫ് ആ നമ്പർ കൊടുത്താൽ ഓട്ടോമാറ്റിക്കലി അതിൻ്റെ ആൻസർ നമുക്ക് കിട്ടും. ഇപ്പോൾ സൈന് കാണാൻ, കോസ് കാണാനൊക്കെ SIN സൈന് കാണാൻ, കോസ് കാണാൻ CON, ടാൻ കാണാൻ TAN, അങ്ങനെ പറഞ്ഞ ബിൽറ്റ് ഇൻ ഫംഗ്ഷൻസ് ഒരുപാടുണ്ട്. പിന്നെ റാൻഡം നമ്പർ ജനറേറ്റ് ചെയ്യാൻ വേണ്ടി റാൻഡ് എന്ന് പറഞ്ഞൊരു ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ ഉണ്ട്. പിന്നെ അറേ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ ഉണ്ട്, അറേ. അത് PHPയിൽ മാത്രമുള്ളൊരു, നമ്മൾ ഇതുവരെ പഠിച്ച സിയിലും CVPയിലും കേൾക്കാത്തൊരു ബിൽറ്റ് ഇൻ ഫംഗ്ഷനാണ് അറേ. ഓക്കെ, അറേ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ബിൽറ്റ് ഇൻ ഫംഗ്ഷനാണ് അറേ. ഓക്കെ, അങ്ങനെ ഒരുപാട് ബിൽറ്റ് ഇൻ ഫംഗ്ഷൻസ് PHPയിൽ അവൈലബിൾ ആണ്. പിന്നെ യൂസർ ഡിഫൈൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ അതേപോലെ നമുക്ക് യൂസറിനെ ഡിഫൈൻ ചെയ്യാം. ഇപ്പോൾ നമുക്ക് രണ്ട് നമ്പർ ആഡ് ചെയ്യണമെങ്കിൽ ഒരു ഫംഗ്ഷൻ നമുക്ക് തന്നെ ഉണ്ടാക്കാം. എന്നിട്ട് എവിടെയാണോ ആവശ്യം അപ്പോൾ നമ്മൾ ആ ഫംഗ്ഷൻ്റെ പേര് യൂസ് ചെയ്തിട്ട് ആ ഫംഗ്ഷനെ കോൾ ചെയ്യുക. അതാണ് യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ. ഓക്കെ, നമ്മളൊരു എക്സാമ്പിൾ ഏതാണ് ഫംഗ്ഷന് HTML ബോഡി PHP ഓപ്പൺ ചെയ്തു, ഫംഗ്ഷൻ എന്നെഴുതി, ഫംഗ്ഷൻ എന്ന കീവേഡ് യൂസ് ചെയ്തു. ഫംഗ്ഷൻ്റെ പേര് ഇവിടെ F1 എന്നാണ്. പാരാമീറ്റേഴ്സ് ഒന്നുമില്ല. ബ്രാക്കറ്റ് ഓപ്പൺ ക്ലോസ് ചെയ്താൽ മതി, അതിനകത്തൊന്നുമില്ല, പാരാമീറ്റേഴ്സ് ഇല്ല. ഫംഗ്ഷനകത്തുള്ള കണ്ടൻറ്റ് എന്ന് പറഞ്ഞാൽ എക്കോ Gmail എന്ന് എഴുതിയിട്ടുണ്ട്. അതായത് Gmail എന്ന് പ്രിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫംഗ്ഷനേ ഉള്ളൂ. അപ്പോൾ നമ്മളിത് എഴുതുന്ന സമയത്ത് ഡയറക്റ്റ് ഈ ഫംഗ്ഷൻ വർക്ക് ചെയ്യില്ല. ഈ ഫംഗ്ഷന് നമ്മൾ F1 എന്ന ഫംഗ്ഷന് കോൾ ചെയ്താൽ മാത്രമേ ഇത് വർക്ക് ചെയ്യുള്ളൂ. ഇതിപ്പോൾ നമ്മൾ മുകളിലാണ് എഴുതിയത്, ബോഡി കഴിഞ്ഞ് PHP എന്ന് എഴുതി ഫസ്റ്റിൻ്റെ ഫംഗ്ഷൻ എന്നാണ്. പക്ഷേ ഇത് വർക്ക് ചെയ്യില്ല. ഇത് വർക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ ആ ഫംഗ്ഷനെ കോൾ ചെയ്യണം. എപ്പോഴേ ഇതിലേക്ക് കൺട്രോൾ വരുള്ളൂ. ഇവിടെ കഴിഞ്ഞാൽ പിന്നെ പോവുക ഇവിടേക്കാണ് നേരെ. അപ്പോൾ PHP എന്ന് കണ്ടു കഴിഞ്ഞാൽ ഫംഗ്ഷൻ എന്ന് കണ്ടാൽ ഇവിടെ വർക്ക് ചെയ്യില്ല. എവിടേക്കാണ് പോവുക? ഇവിടേക്കാണ് പോവുക. ഇവിടെ എന്താണ്? എക്കോ മൈ നെയിം ഈസ്. അപ്പോൾ അത് പ്രിൻറ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ ഔട്ട്പുട്ടിൽ ഫസ്റ്റ് പ്രിൻറ്റ് ചെയ്യുന്നത് മൈ നെയിം ഈസ് എന്നാണ്. ഓക്കെ, പിന്നെ എന്താ സംഭവിക്കുന്നത്? പിന്നെ നമ്മൾ ഫംഗ്ഷനെ കോൾ ചെയ്തു. ഫംഗ്ഷൻ്റെ പേരെന്താണ്? F1. അപ്പോൾ ഫംഗ്ഷനെ കോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഫംഗ്ഷൻ നെയിം ഉപയോഗിച്ച് പാരാമീറ്റേഴ്സ് ഉപയോഗിച്ചാൽ മതി. അപ്പോൾ F1 എന്ന് കാണുമ്പോൾ നേരെ ഫംഗ്ഷനിലേക്ക് പോകും. അപ്പോൾ ഫംഗ്ഷൻ F1 അത് വർക്ക് ചെയ്യും. അവിടെ എന്താ എഴുതിയത്? എക്കോ Gmail, അതായത് Gmail എന്ന് പ്രിൻറ്റ് ചെയ്ത് വരും. അപ്പോൾ ഓൾറെഡി അവിടെ മൈ നെയിം ഈസ് എന്നുണ്ട്. അതിൻ്റെ അടുത്ത് ഇവിടെ നമ്മൾ ഈ ഡബിൾ കോട്ട്സിനകത്ത് ഒരു സ്പേസ് ഇട്ടതുകൊണ്ട് മൈ നെയിം ഈസ് കഴിഞ്ഞ ഒരു സ്പേസ് കൊടുത്തിട്ട് Gmail എന്ന് പ്രിൻറ്റ് ചെയ്ത് വരും. ഓക്കെ, ഈ രീതിയിലാണ് ഫംഗ്ഷൻ്റെ വർക്കിംഗ്. ഇത്രയേ ഉള്ളൂ. ബോഡിയും HTMLഉം
ക്ലോസ് ചെയ്തു. അപ്പോൾ നമ്മൾ ഈ പ്രോഗ്രാമിൽ ജസ്റ്റ് മൈ നെയിം ഈസ് ജിമെയിൽ എന്ന് ഔട്ട്പുട്ടായിട്ട് വരും. അപ്പോൾ ആദ്യം ജിമെയിൽ എന്നല്ല വരിക, അതാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ എപ്പോഴാണോ ഫംഗ്ഷനെ കോൾ ചെയ്യുന്നത് അപ്പോഴാണ് ആ ഫംഗ്ഷൻ എക്സിക്യൂട്ട് ആവുക. അതുവരെ ആ ഫംഗ്ഷനിലേക്ക് കൺട്രോൾ പോകില്ല. അപ്പോൾ ആദ്യം ഈ ഫംഗ്ഷൻ കോൾ ചെയ്യുക, അപ്പോഴേ കൺട്രോൾ അങ്ങോട്ട് പോവുള്ളൂ. ഓക്കെ, ഇനി അടുത്ത ടോപ്പിക്കാണ് അറേസ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പുതിയൊരു ഏരിയ ആണ് PHPൻ്റെ അറേ. അറേ എന്ന് പറഞ്ഞാൽ ഒരു വേരിയബിൾ നെയിം ഉപയോഗിച്ചിട്ട് ഒന്നിൽ കൂടുതൽ വാല്യൂസ് സ്റ്റോർ ചെയ്യുക. വേരിയബിൾ എന്ന് നമുക്ക് ഒറ്റ വാല്യൂ സ്റ്റോർ ചെയ്യാനേ പറ്റൂ. അറേ എന്ന് പറഞ്ഞാൽ ഒരു വേരിയബിൾ നെയിം തന്നെ ഉപയോഗിച്ച് നമുക്ക് ഒന്നിൽ കൂടുതൽ വാല്യൂസ് സ്റ്റോർ ചെയ്യാം. അതെങ്ങനെയാണ് നമുക്കറിയാം. എന്താണ് ഇൻഡെക്സ് അല്ലേ? ഇപ്പോൾ എ എന്ന വേരിയബിളിൽ നമുക്ക് എത്ര വാല്യൂസ് വേണം സ്റ്റോർ ചെയ്യാം അറേ ആണെങ്കിൽ. എങ്ങനെയാണ്? A0 A1 അങ്ങനെ പറഞ്ഞിട്ട് ഇൻഡെക്സ് യൂസ് ചെയ്തിട്ട് അറേയും അതിൻ്റെ ഇൻഡെക്സും കൂടി യൂസ് ചെയ്താൽ ഒരു വേരിയബിൾ നെയിം തന്നെ വെച്ചിട്ട് ഒന്നിൽ കൂടുതൽ വാല്യൂസ് നമുക്ക് സ്റ്റോർ ചെയ്യാം. അതാണ് അറേ. Array is a data structure that stores more than one or more values in a single variable. ഓരോ അറേൻ്റെ വാല്യൂ നമ്മൾ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഇൻഡെക്സാണ് യൂസ് ചെയ്യുക അല്ലേ? അപ്പോൾ നമുക്ക് മൂന്നാമത്തെ എലമെൻറ്റ് കിട്ടണമെങ്കിൽ A2 എന്ന് കൊടുക്കണം. കാരണം എന്താ വെച്ചാൽ 0 സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ ഇൻഡെക്സ് 0 സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മൂന്നാമത്തെ എലമെൻറ്റ് എന്ന് പറയുന്നത് A2 ആണ്. A3 എന്നാണ് ഞാൻ പറഞ്ഞത്. A2 ആണ്. A0 ഫസ്റ്റ് എലമെൻറ്റ്, A1 എന്ന് പറയുന്നത് സെക്കൻഡ് എലമെൻറ്റ്, A2 എന്ന് പറയുന്നതാണ് തേർഡ് എലമെൻറ്റ് വരിക. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ അറേയിലെ ഇൻഡെക്സ് ഉപയോഗിച്ചിട്ടാണ് അറേൻ്റെ വാല്യൂസ് ആക്സസ് ചെയ്യുന്നത്. PHPയിലുള്ള ഗുണം എന്ന് പറഞ്ഞാൽ അറേ ക്രിയേറ്റ് ചെയ്യാൻ അറേ എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ തന്നെ അവൈലബിൾ ആണ്. PHPയിൽ 3 ടൈപ്സ് ഓഫ് അറേസ് ഉണ്ട്. ഒന്ന് ന്യൂമറിക് ഇൻഡെക്സ് അറേ, ഒന്ന് അസോസിയേറ്റീവ് അറേ, മൾട്ടി ഡയമെൻഷണൽ അറേ. ന്യൂമറിക് ഇൻഡെക്സ്, അസോസിയേറ്റീവ്, മൾട്ടി ഡയമെൻഷണൽ. ഫസ്റ്റത്തത് ന്യൂമറിക് ഇൻഡെക്സ്. ന്യൂമറിക് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ ഇൻഡെക്സ് ഒരു നമ്പർ ആയിരിക്കും. അങ്ങനെയുള്ളതിനാണ് ന്യൂമറിക് ഇൻഡെക്സ് എന്ന് പറയുന്നത്. ഇൻഡെക്സ് ആയിട്ട് നമ്പേഴ്സ് ആണെങ്കിൽ അതിനെ ന്യൂമറിക് ഇൻഡെക്സ് അറേ എന്ന് പറയും. ന്യൂമറിക് ഇൻഡെക്സ് അറേ ഉണ്ടാക്കാൻ 2 മെത്തേഡ് ഉണ്ട്. ഒന്ന് ഓട്ടോമാറ്റിക്കലി, ഒന്ന് മാനുവലി. ഓട്ടോമാറ്റിക്കലി ഉള്ളതുകൊണ്ട് മാനുവലി നമ്മൾ ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. നോക്കാം. ഓട്ടോമാറ്റിക്കലി എന്ന് പറഞ്ഞാൽ ഇൻഡെക്സ് 0 നിന്ന് ഓട്ടോമാറ്റിക്കലി അസൈൻ ചെയ്യുന്നതിനാണ് ഓട്ടോമാറ്റിക് ഇൻഡെക്സ്. അതായത് നമ്മൾ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ജസ്റ്റ് അറേ ഉണ്ടാക്കിയാൽ മതി. ഓട്ടോമാറ്റിക്കലി ഇൻഡെക്സ് 0, 1, 2 എന്ന് പറഞ്ഞിട്ട് അതിനെ അസൈൻ ചെയ്തോളൂ. അതെങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പോൾ ഞാനിവിടെ A എന്ന് പറഞ്ഞൊരു അറേ ഉണ്ടാക്കി. അറേ ഉണ്ടാക്കാൻ ഇവിടെ PHPയിൽ ചെയ്യേണ്ട മെത്തേഡ് ഒന്ന് നോക്കാം. $A = array of 1, 2, 3. ഇവിടെ അറേ ഓഫ് എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഇതുപോലൊരു ലൊക്കേഷൻ ക്രിയേറ്റ് ആവും. അതിലേക്ക് ഫസ്റ്റ് ലൊക്കേഷനിലെ വാല്യൂ 1 എന്ന് പറയുന്നത് ഫസ്റ്റ് ലൊക്കേഷനിലേക്ക് പോകും. ദെൻ നമ്മൾ ബ്രാക്കറ്റിൽ കൊടുത്ത രണ്ടാമത്തെ വാല്യൂ സെക്കൻഡ് ലൊക്കേഷനിലേക്ക് പോകും. നമ്മൾ ബ്രാക്കറ്റിൽ കൊടുത്ത മൂന്നാമത്തെ വാല്യൂ തേർഡ് ലൊക്കേഷനിലേക്ക് പോകും. അപ്പോൾ നമ്മൾ ജസ്റ്റ് അറേ ഓഫ് എന്ന് പറഞ്ഞ് കൊടുത്താൽ മതി. അപ്പോൾ അത് കൊടുക്കുമ്പോൾ ഏതാണ് വേരിയബിളിൻ്റെ പേരെന്നും കൂടി കൊടുക്കണം. അപ്പോൾ ഇവിടെ A എന്നാണ് വേരിയബിളിൻ്റെ നെയിം. അപ്പോൾ A എന്ന് പറയുന്നത് ഒരു അറേ ആണ്. അതിലുള്ള വാല്യൂസ് 1, 2, 3. അപ്പോൾ കമ്പ്യൂട്ടറിൻ്റെ മെമ്മറിയിൽ ഇതുപോലെ ഒരു അലോക്കേഷൻ നടന്നിട്ടുണ്ടാവും. അപ്പോൾ ഇതിൻ്റെ ഇൻഡെക്സ് ഓട്ടോമാറ്റിക്കലി അസൈൻ ചെയ്തിട്ടുണ്ടാവും. നമ്മളൊന്നും ചെയ്യേണ്ട. നമ്മളിങ്ങനെ ഒരു ലൈൻ എഴുതുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി ഇതിൻ്റെ ഇൻഡെക്സ് 0 ആയിരിക്കും, ഇതിൻ്റെ ഇൻഡെക്സ് 1 ആയിരിക്കും, ഇതിൻ്റെ ഇൻഡെക്സ് 2 ആയിരിക്കും. ഓക്കെ, നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ജസ്റ്റ് അറേ ക്രിയേറ്റ് ചെയ്താൽ മതി ഇതുപോലെ. ഓക്കെ, അതാണ് ഓട്ടോമാറ്റിക്കലി എന്ന് പറയുന്നത്. ഈ ന്യൂമറിക് ഇൻഡെക്സ് അറേ ഓട്ടോമാറ്റിക്കലി ചെയ്യുന്നതാണ് ഇത്. ഇനി മാനുവലി എന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻഡെക്സ് പറഞ്ഞു കൊടുക്കുക. ഇൻഡെക്സ് നമ്മൾ അസൈൻ ചെയ്യുക, മാനുവലി അസൈൻ ചെയ്യുക. അതാണ് മാനുവലി അസൈൻ ചെയ്യുന്ന ന്യൂമറിക് ഇൻഡെക്സ് അറേ. അതായത് A0 1 പോവുക, A1 2 പോകണം, A2 3 പോകണം എന്ന് നമ്മൾ തന്നെ ഇതേപോലെ നമ്മൾ പ്രോഗ്രാമിൽ എഴുതി കൊടുക്കുക. മറ്റേത് നമ്മൾ ജസ്റ്റ് അറേ ഓഫ് 1, 2, 3 എഴുതിയാൽ മതി. ഇത് A0 തന്നെ 1 പോകണം, A1 2 പോകണം, A2 3 പോകണം. അപ്പോൾ രണ്ടും സെയിം ആണ്. ഈ മെത്തേഡും സെയിം ആണ്. ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ ഇൻഡെക്സ് പറഞ്ഞിട്ട് അതിലേക്ക് പോകേണ്ട വാല്യൂ കൊടുത്തിട്ട് ഇതേപോലെ ചെയ്യാം. അല്ലെങ്കിൽ ഡയറക്റ്റ് അറേ ഓഫ് എന്ന് പറഞ്ഞിട്ട് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് അസോസിയേറ്റീവ് അറേ. ഇപ്പം ന്യൂമറിക് ഇൻഡെക്സ് അറേ എന്ന് പറഞ്ഞാൽ നമ്പേഴ്സ് ഇൻഡെക്സ് ആയിട്ട് വരുന്നതാണ് ന്യൂമറിക് ഇൻഡെക്സ് അറേ. ഇനി അസോസിയേറ്റീവ് അറേ നോക്കാം. അതായത് ഇൻഡെക്സ് ആയിട്ട് കീസ് യൂസ് ചെയ്യുന്നതിനാണ് അസോസിയേറ്റീവ് അറേ എന്ന് പറയുന്നത്. അപ്പോൾ അസോസിയേറ്റീവ് അറേ എന്ന് പറയുന്നത് ഇൻഡെക്സ് കീസ് ആയിരിക്കും. നോക്കാം. ഇവിടെ ഇപ്പോൾ ഞാൻ അറേ ഉണ്ടാക്കി. A എന്നുള്ളതിന് പകരം ഏജ് എന്നാണ് വേരിയബിളിൻ്റെ പേര് കൊടുത്തത്. നേരത്തെ നമ്മൾ A എന്ന് കൊടുത്തില്ലേ. അപ്പോൾ ഇവിടെ ഞാൻ ഏജ് എന്നാണ് വേരിയബിളിന് അറേൻ്റെ നെയിം ഏജ് എന്നാണ്. അത് അറേ ക്രിയേറ്റ് ചെയ്യാൻ അറേ ഓഫ് എന്ന് പറഞ്ഞാൽ എഴുതിയാൽ മതി.
പക്ഷേ ഇവിടെ നിങ്ങൾക്ക് നോക്കാം അറേ ഓഫ് എന്ന് പറഞ്ഞ വാല്യൂസ് അല്ല ഞാൻ കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഒരു കീയും വാല്യൂ ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു കീ എന്ന് പറയുന്നത് ഇൻഡെക്സ് ആണ്. ഇൻഡെക്സ് എന്താണ്? ഇവിടെ സച്ചിൻ എന്ന് പറഞ്ഞ ഇൻഡെക്സിലേക്ക് 32 പോവുക, രാഹുൽ എന്ന് പറഞ്ഞ ഇൻഡെക്സിലേക്ക് 36 പോവാം. അപ്പോൾ ഇവിടുത്തെ വാല്യൂസ് 32ഉം 36ഉം ആണ്. അതിൻ്റെ ഇൻഡെക്സ് 0ഉം 1ഉം അല്ല. നമ്മൾ തന്നെ ഒരു ഇൻഡെക്സ് കീ കൊടുക്കുക. സച്ചിൻ എന്ന് പറഞ്ഞ ഇൻഡെക്സിലേക്ക് 32 പോവുക, രാഹുൽ എന്ന് പറഞ്ഞ ഇൻഡെക്സിലേക്ക് 36 പോവാം. നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. ഇവിടെ ഇൻഡെക്സ് എന്ന് പറയുന്നത് ഒരു കീ ആണ്. അസോസിയേറ്റീവ് അറേൻ്റെ ഇൻഡെക്സ് ഒരു കീ ആണ്. അപ്പോൾ ആ ഇൻഡെക്സിൻ്റെ കീ നമുക്ക് അസൈൻ ചെയ്യാം. ഇതുപോലെ ഡബിൾ കോട്ട്സിനകത്ത് സച്ചിൻ എന്ന് എഴുതി ഒരു ആരോ മാർക്ക് ഇടുക, 32 എന്ന് കൊടുക്കുക. അപ്പോൾ സച്ചിൻ എന്ന് പറഞ്ഞ ഇൻഡെക്സിലേക്ക് 32 പോവും. രാഹുൽ ആരോ 36 എന്ന് കൊടുത്താൽ രാഹുൽ എന്ന് പറഞ്ഞ ഇൻഡെക്സിലേക്ക് 36 പോവും. ഓക്കെ, ഇതുപോലെ ചെയ്യാം. 2 മെത്തേഡ് ഉണ്ട്. വേറൊരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ മാനുവലി ചെയ്യുന്നത്. $ഏജ് ഓഫ് സച്ചിൻ ഇസ് ഈക്വൽ ടു 32, $ഏജ് ഓഫ് രാഹുൽ ഇസ് ഈക്വൽ ടു 36. ഇങ്ങനെ ഈ രീതിയിലും ചെയ്യാം. ഓക്കെ, അപ്പോൾ ഏജ് ഓഫ് സച്ചിനിലേക്ക് 32 പോവും, ഏജ് ഓഫ് രാഹുലിലേക്ക് 36 പോവും. നേരത്തെ പറഞ്ഞ അതേ വാല്യൂസ് തന്നെ. ഇനി ജസ്റ്റ് എങ്ങനെയാണ് അറേ വർക്ക് ചെയ്യാൻ നോക്കാം. ഞാൻ ആദ്യം ഒരു അറേ ഉണ്ടാക്കി, ഏജ് എന്ന് പറഞ്ഞൊരു അറേ ഉണ്ടാക്കി. അതിലേക്ക് 2 വാല്യൂസ് കൊടുത്തു, ഒന്ന് 32 ഒന്ന് 36. അതിൻ്റെ ഇൻഡെക്സുകൾ സച്ചിൻ എന്നും രാഹുൽ എന്നുമാണ്. ഇതുപോലെ. ഓക്കെ, അതെന്താ മെസ്സേജ് പ്രിൻ്റ് ചെയ്ത് നോക്കാം. എക്കോ സച്ചിൻ ഈസ്, എന്നിട്ട് കൺകാറ്റിനേഷൻ ഓപ്പറേറ്റർ ഉപയോഗിച്ചിട്ട് ഏജ് ഓഫ് സച്ചിൻ എന്ന് കൊടുത്തു. കൺകാറ്റിനേഷൻ ഓപ്പറേറ്റർ ഉപയോഗിച്ച് ഇയേഴ്സ് ഓൾഡ്. അപ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ട് എന്താ വരിക? ഔട്ട്പുട്ട് സച്ചിൻ ഈസ്, ഏജ് ഓഫ് സച്ചിൻ എന്ന് പറഞ്ഞാൽ എന്താ വാല്യൂ ഉള്ളത്? ഏജ് എന്ന അറേൻ്റെ സച്ചിൻ എന്ന ഇൻഡെക്സിൽ എന്താ വാല്യൂ ഉള്ളത്? 32. അപ്പോൾ ഏജ് ഓഫ് സച്ചിനിൽ 32 എന്ന വാല്യൂ ആണുള്ളത്. അപ്പോൾ സച്ചിൻ ഈസ് 32. ഇനി കൺകാറ്റിനേറ്റ് ചെയ്തു. ആ വാല്യൂവിനോട് ഇയേഴ്സ് ഓൾഡ് എന്നുള്ളത് കൺകാറ്റിനേറ്റ് ചെയ്തു. അപ്പോൾ സച്ചിൻ ഈസ് 32 ഇയേഴ്സ് ഓൾഡ് എന്നാണ് ഔട്ട്പുട്ട് വരിക. ഓക്കെ, ഇതുപോലെയാണ് നമ്മൾ അറേ എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഇനി മൾട്ടി ഡയമെൻഷണൽ അറേ, അതായത് ഒന്നിൽ കൂടുതൽ ഇൻഡെക്സസ് യൂസ് ചെയ്യേണ്ട സമയത്ത്, അതായത് ഒരു റോ അല്ല ഒന്നിൽ കൂടുതൽ റോസ് വരുന്ന സമയത്ത് നമ്മൾ മൾട്ടി ഡയമെൻഷണൽ അറേയാണ് യൂസ് ചെയ്യുക. മൾട്ടി ഡയമെൻഷണൽ അറേ എന്ന് പറഞ്ഞാൽ ഒന്നിൽ കൂടുതൽ ഇൻഡെക്സസ് ഒരു അറേ അതിൻ്റെ പേര് കൊടുക്കുകയാണെങ്കിൽ A of 1 എന്നുള്ളതിന് പകരം A of 1 of 1 1, A of 2 2, A of 0 0, A of 0 1 എന്നൊക്കെ പറഞ്ഞ് 2 ഇൻഡെക്സ് അല്ലെങ്കിൽ 3 ഇൻഡെക്സ് വരുന്നതിനാണ്, ഒന്നിൽ കൂടുതൽ ഇൻഡെക്സ് വരുന്നതിനാണ് മൾട്ടി ഡയമെൻഷണൽ അറേ എന്ന് പറയാം. അപ്പോൾ നമുക്ക് ആക്സസ് ചെയ്യണമെങ്കിൽ ഇൻഡെക്സ് ആവശ്യമാണ്, അല്ലെങ്കിൽ അറേൻ്റെ എലമെൻറ്റ്സിന് ആക്സസ് ചെയ്യണമെങ്കിൽ ഇൻഡെക്സ് ആവശ്യമാണ്. അപ്പോൾ ഞാനൊരു പ്രോഗ്രാം കാണിക്കാം. ഇവിടെ ഞാനൊരു മൾട്ടി ഡയമെൻഷണൽ അറേ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അറേയിൽ സച്ചിൻ 32 40 എന്നുണ്ട് ഫസ്റ്റ് അതിൽ റോയിൽ. സെക്കൻഡ് റോയിൽ രാഹുൽ 36 46. അപ്പോൾ ഞാൻ പറയാം, ഇവിടെ അറേൻ്റെ പേര് എ എന്നാണ്. നിങ്ങൾക്ക് കാണാം ഇവിടെ അറേൻ്റെ പേര് എ എന്നാണ്. എ എന്ന് പറഞ്ഞ വേരിയബിളിലേക്കാണ് നമ്മൾ അറേനെ അസൈൻ ചെയ്യുന്നത്. അപ്പോൾ എയിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഈ A of 0 0 എന്ന് പറയുന്നത് ഇവിടെ സച്ചിനാണ്. A of ഈ 0 1 എന്ന് പറയുന്നത് 32 ആണ്. A of 0 2 എന്ന് പറയുന്നത് 40 ആണ്. അപ്പോൾ 0 എന്ന് പറയുന്നത് റോയും, ഫസ്റ്റത്തെ വാല്യൂ റോയും സെക്കൻഡ് വാല്യൂ കോളമാണ്. അപ്പോൾ 0 0 സച്ചിൻ. 0th റോയിൽ ഫസ്റ്റ് കോളത്തിൽ 32, 0th റോയിൽ സെക്കൻഡ് കോളത്തിൽ 40. അപ്പോൾ 0 0 സച്ചിൻ, 0 1 32, 0 2 40. അപ്പം ഇനി അടുത്ത ക്വസ്റ്റ്യൻ, A of 1 0 എന്താ ഉള്ളത്? 1 0 രാഹുൽ. A of 1 1 36, A of 1 2 46, 1 2 46. ഓക്കെ, അപ്പോൾ ഈ രീതിയിലാണ് മൾട്ടി ഡയമെൻഷണൽ അറേന്ന് നമ്മൾ വാല്യൂസ് ആക്സസ് ചെയ്യുന്നത്. 2 ഇൻഡെക്സ് ഉപയോഗിച്ചിട്ട്, ഒരു ഇൻഡെക്സ് അല്ല 2 ഇൻഡെക്സ് യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു 2 ഡയമെൻഷണൽ അറേന്ന് വാല്യൂസ് ആക്സസ് ചെയ്യുന്നത്. അപ്പോൾ അത് എങ്ങനെ ഉണ്ടാക്കുക നോക്കാം. അറേ ഓഫ് അറേ, അത് നോക്കുക. അറേ ഓഫ് അറേ, ഒരു അറേ പോലെ 2 അറേ എന്ന് എഴുതണം. അറേ ഓഫ് അറേ എന്ന് എഴുതി അറേൻ്റെ അകത്ത് സച്ചിൻ 32 40. അപ്പോൾ ഫസ്റ്റത്തെ അറേൻ്റെ വാല്യൂസ് സച്ചിൻ 32 40. ഇനി അടുത്ത അറേയിൽ രാഹുൽ 36 46. അപ്പോൾ ഫസ്റ്റ് സച്ചിൻ 32 40, അടുത്ത അറേയിൽ രാഹുൽ 36 40. ഇനി ഉണ്ടാക്കണമെങ്കിലോ വീണ്ടും അറേ ബ്രാക്കറ്റിൽ 3 വാല്യൂസ്. അങ്ങനെയാണ് മൾട്ടി ഡയമെൻഷണൽ അറേ ഉണ്ടാക്കേണ്ടത്. ഇവിടെ കോമൺ ആയിട്ട് ഒരു അറേ നിന്ന് പുറത്തും വേണം. ഓക്കെ, ഇനി നമുക്കിത് പ്രിൻ്റ് ചെയ്യുന്നത് നോക്കാം. നേരത്തെ പറഞ്ഞ പോലെ എക്കോ എന്ന് എഴുതി A of 0 0, A of 0 0 വാല്യൂ എന്താ? സച്ചിൻ. എന്നിട്ട് കൺകാറ്റിനേറ്റ് ചെയ്തു എന്ത്? A of 0 1.
അതായത് എന്താ കൺകാറ്റിനേറ്റ് ചെയ്തതെന്ന് വെച്ചാൽ സ്പേസ് ആണ് ഇവിടെ. അതായത് ഒരു ഗ്യാപ്പ് വരാൻ വേണ്ടി സച്ചിൻ കഴിഞ്ഞിട്ട് അടുത്ത വാല്യൂ വരുന്നതിന് മുമ്പ് ഒരു സ്പേസ് കൺകാറ്റിനേറ്റ് ചെയ്തതാണ് ഇവിടെ. A00 ഡോട്ട് ഡബിൾ കോട്ട്സിനകത്തൊരു സ്പേസ് കാണിക്കുക, എന്നിട്ട് വീണ്ടും ഡോട്ട് $A01 ഡോട്ട് സ്പേസ് വീണ്ടും കാണിക്കുക, സ്പേസ് ഡബിൾ കോട്ട്സിൽ കാണിക്കണം, സ്ട്രിങ് ആണ്. അപ്പോൾ നമ്മൾ ഈ സ്ട്രിങ്ങിന് ഈ വാല്യൂ നമ്മൾ കൺകാറ്റിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൺകാറ്റിനേഷൻ ഓപ്പറേറ്റർ ഉപയോഗിച്ചു. അപ്പോൾ ഇവിടുത്തെ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ A00 സച്ചിൻ, A00 സച്ചിൻ, A01 0th റോയിൽ ഫസ്റ്റ് കോളത്തിൽ എന്താ വാല്യൂ 32. ദെൻ അടുത്ത A02 എന്ന് പറഞ്ഞാൽ 0th റോയിൽ സെക്കൻഡ് കോളത്തിൽ 40. അപ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് സച്ചിൻ 32 40. ദെൻ 10 A10 എന്ന് പറഞ്ഞാൽ രാഹുൽ എന്ന് വരും, 11 36 വരും, 12 14 വരും. അപ്പോൾ അവിടുത്തെ ഔട്ട്പുട്ട് രാഹുൽ 36 40. ഓക്കെ, ഇതാണ് മൾട്ടി ഡയമെൻഷണൽ അറേ എക്സിക്യൂട്ട് ചെയ്യുന്ന വിധം. ഓക്കെ, അടുത്തത് ഹാൻഡ്ലിങ് അറേസ് വിത്ത് ലൂപ്സ്. നമ്മൾ അറേ യൂസ് ചെയ്യുന്ന ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റാണ് ഫോർ ഈച്ച്. അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നോക്കാം. അത് എളുപ്പമാണ്, നമ്മളൊന്നും ചെയ്യാനില്ല. ++ഉം I++ഉം I-1 ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. നോക്കാം. കൂടുതലായിട്ട് നമ്മൾ ഈ അറേ യൂസ് ചെയ്യുമ്പോഴാണ് ഈ ഫോർ ഈച്ചിന് ആലോചിക്കേണ്ടത്. വേരിയബിൾസിന് സമയത്ത് നമ്മൾ ഫോർ ലൂപ്പ് തന്നെ ഉപയോഗിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ഇത് സംഭവിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ദ വാല്യൂ ഓഫ് ദി കറൻറ്റ് അറേ എലമെൻറ്റ് അസൈൻ ടു $വാല്യൂ. ഇപ്പോൾ കറൻറ്റ് അറേ എലമെൻറ്റിൻ്റെ വാല്യൂ ഈ വാല്യൂ എന്ന് പറഞ്ഞ വേരിയബിളിലേക്ക് അസൈൻ ചെയ്യുക. അപ്പോൾ എന്നിട്ട് ഓരോ പ്രാവശ്യം ഇത് മൂവ് ചെയ്യുക. നോക്കാം നമുക്ക്. ഫോർ ഈച്ച് എന്ന് എഴുതി സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് എഴുതി സിൻടാക്സ് നോക്കാം ആദ്യം. അറേ ആസ് $വാല്യൂ, $array as $value സ്റ്റേറ്റ്മെൻറ്റ്സ്. ഫോർ ഈച്ച് എന്ന് എഴുതുക, $array as $value. അറേൻ്റെ പേര് ഇവിടെ കൊടുക്കുക, $value എന്ന് എഴുതിയാൽ മതി. ഓട്ടോമാറ്റിക്കലി ഇതിൻ്റെ വാല്യൂസ് മൂവ് ചെയ്തുകൊണ്ടിരിക്കും. നമുക്ക് ഒരു എക്സാമ്പിൾ നോക്കാം, എന്നിട്ട് പറയാം. ഇവിടെ ഞാൻ ഒരു ഹെഡിങ് കൊടുത്തു. ആദ്യം കളേഴ്സ് ഹെഡിങ് കൊടുത്തു. അത് H2 ടാഗ്, ഇവിടെ ഒരു ക്ലോസിങ് ടാഗ് ആയിപ്പോയിട്ടുണ്ട്. ഇവിടെ ക്ലോസിങ് അല്ല, ഇവിടെ ഓപ്പണിങ് H2 ആണ്. ഇവിടെ /H2 BR. അപ്പോൾ കളേഴ്സ് എഴുതി നെക്സ്റ്റ് ലൈനിലാണ് ഇനി കണ്ടൻസ് വരിക, കാരണം BR എന്ന് എഴുതിയിട്ടുണ്ട്. ഓക്കെ, $A = array of red, green, blue. അതായത് ഇതുപോലെ മെമ്മറി അലോക്കേഷൻ നടക്കും. അതായത് ഒരു അറേ ഉണ്ടാക്കും, ആ അറേയിലേക്ക് റെഡ് പോവും, ഗ്രീൻ പോവും, ബ്ലൂ പോവും. ഇനി ഫോർ ഈച്ച്, അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇത് നമ്മൾ ഓട്ടോമാറ്റിക്കലി അസൈൻ ചെയ്യുന്ന രീതിയാണ്. ഇനി ഇൻഡെക്സ് നമ്മൾ അസൈൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഓട്ടോമാറ്റിക്കലി റെഡിൻ്റെ ഇൻഡെക്സ് 0 ആയിരിക്കും, 1 ആയിരിക്കും, 2 ആയിരിക്കും. ഗ്രീൻ്റെ 1, ബ്ലൂവിൻ്റെ 2. ഇനി നമ്മൾ എഴുതേണ്ടത് ഫോർ ഈച്ച് യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് ഈ വാല്യൂസ് പ്രിൻറ്റ് ചെയ്യാം. സാധാരണ നമ്മൾ ഫോർ ലൂപ്പ് ഉപയോഗിച്ചിട്ട് ആദ്യം അതിൻ്റെ വാല്യൂ 0, പിന്നെ അതിൻ്റെ വാല്യൂ ഒരു പ്രാവശ്യം ഇൻക്രിമെൻറ്റ് ചെയ്യണം, അങ്ങനെയൊക്കെ കൊടുക്കാറുണ്ട്. ഈ ഫോർ ഈച്ച് ഉപയോഗിച്ചാൽ ജസ്റ്റ് നമ്മൾ ഇങ്ങനെ മാത്രം എഴുതിയാൽ മതി. അറേൻ്റെ പേര് എഴുതുക A എന്നല്ലേ, ആസ് വാല്യൂ $വാല്യൂ. അറേൻ്റെ നെയിം ആസ് $വാല്യൂ. ഇവിടെ എക്കോ $വാല്യൂ എന്ന് പറഞ്ഞാൽ ആദ്യം അറേൻ്റെ വാല്യൂ എന്താണ്, റെഡ്, അത് പ്രിൻറ്റ് ചെയ്യും. ദെൻ ന്യൂ ലൈന് പ്രിൻറ്റ് ചെയ്യും. അഗെയിൻ ഓട്ടോമാറ്റിക്കലി കൺട്രോൾ ഫോർ ഈച്ചിലേക്ക് തന്നെ പോകും. അതായത് ഒരു പോയിൻ്റർ പോലെയാണ് ഇത് ആക്ട് ചെയ്യുക. ആദ്യം റെഡ് പ്രിൻറ്റ് ചെയ്യും, ദെൻ അഗെയിൻ വീണ്ടും ആ ഓട്ടോമാറ്റിക്കലി ഇത് ഇൻഡെക്സ് ഇൻക്രിമെൻ്റ് ആയിട്ട് ഗ്രീൻ പ്രിൻറ്റ് ചെയ്യും, ദെൻ ബ്ലൂ പ്രിൻറ്റ് ചെയ്യും. അപ്പോൾ നമ്മളിവിടെ വാല്യൂ ++നോ A++നോ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ഓട്ടോമാറ്റിക്കലി ഇതിലുള്ള അറേയിലുള്ള വാല്യൂസ് കംപ്ലീറ്റ് പ്രിൻറ്റ് ചെയ്യുന്നത് വരെ ഇത് മൂവ് ചെയ്യും. ഇനി നമുക്ക് വേറെ രീതിയിൽ അങ്ങ് പ്രിൻറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് ഫോർ യൂസ് ചെയ്യണം, ഫോർ ഈച്ച്. ഇവിടെ ഇപ്പോൾ നമുക്ക് ഇത് ഇതേപോലെ തന്നെ പ്രിൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി, ഈ മെത്തേഡ് യൂസ് ചെയ്യുന്നതാണ് എളുപ്പം. ഫോർ ഈച്ച് $A as വാല്യൂ എക്കോ $വാല്യൂ എന്ന് കൊടുത്താൽ ഓട്ടോമാറ്റിക്കലി ആദ്യം റെഡ് വരും, പിന്നെ ഗ്രീൻ വരും, പിന്നെ ബ്ലൂ വരും. എന്നിട്ടേ ഈ ലൂപ്പിൽ നിന്ന് പുറത്തേക്ക് ചാടുള്ളൂ. ഓക്കെ, താങ്ക് യു.